ഹലോ, ഹായ്, വെൽക്കം. അപ്പോൾ നമ്മുടെ പുത്തൻ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഇതിന്റെ പവറുകളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളെ കാണാൻ പറ്റും നമുക്ക് അറിയോ? ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ അല്ലെ? ഈ മൂന്നെണ്ണത്തെ പറ്റിയാണ് ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകൾ പറയുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടും അറിയുമോ? ലോക്സഭ ഉൾപ്പെടും, രാജ്യസഭ ഉൾപ്പെടും, ജോയിന്റ് സിറ്റിംഗുകൾ ഉൾപ്പെടും, പ്രധാനമന്ത്രി ഉൾപ്പെടും, പ്രസിഡന്റ്, ഗവർണർമാര്, അതേപോലെ ഹൈക്കോടതി, സുപ്രീം കോടതി, ഡിസ്ട്രിക്ട് കോടതികൾ. ഈ ഭാഗങ്ങളിലൂടെ മൊത്തമാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. നമ്മുടെ പുത്തൻ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കണം, എല്ലാത്തിലൂടെ ഒന്ന് പോകണം. നമുക്ക് എന്തായാലും ഇതെല്ലാം പഠിച്ച് റിവൈസ് ചെയ്ത് സെറ്റ് ആകാൻ പറ്റുമെന്ന് അറിയാമല്ലോ. ടു പെർഫോം വേരിയസ് ഫങ്ഷൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാവ് 3 ബ്രാഞ്ചസ്. അപ്പൊ നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞതില്ലേ 3 ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം അല്ലെ? ഈച്ച് ഹാവ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് ഫങ്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഒന്നാമത്തത് ഏതാ? എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് അല്ലെ? കാര്യനിർവഹണ വിഭാഗമാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുള്ള കുഞ്ഞു ചോദ്യം പറഞ്ഞ ഏത് പറയും? ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആര് അല്ലെ? ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആര്? ഇതൊക്കെ നമുക്ക് പഠിക്കാം. ഇതൊക്കെയാണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, കാര്യനിർവഹണ വിഭാഗം. പിന്നെ ലെജിസ്ലേറ്റീവ് ബ്രാഞ്ച് അല്ലെ? അതിന്റെ അടുത്തത് ജുഡീഷ്യറി ബ്രാഞ്ച്, നീതിന്യായ വിഭാഗം. ഈ 3 നമ്മുടെ സർക്കാരിന്റെ 3 ബ്രാഞ്ചുകളായിട്ടുള്ളത്. ഓക്കെ, പവറുകളെയും കാര്യത്തിന്റെ രീതിയിലും എല്ലാ രീതിയിലും 3 ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യറി ബ്രാഞ്ച്. ഓക്കെ, ഇതിനെ 3 നമ്മൾ ആഴത്തിൽ അങ്ങോട്ട് പഠിക്കാൻ പോകുക. സെപ്പറേഷൻ ഓഫ് പവർ. ജുഡീഷ്യറിയുടെ ജോലി എന്താ? പവർ ടു മേക്ക് ആൻഡ് ജഡ്ജ്മെന്റ്സ് ഓൺ ലോ. ഓക്കെ, പവർ ടു മേക്ക് ജഡ്ജ്മെന്റ്സ് ഓൺ ലോ. ഇനി ലെജിസ്ലേച്ചറിന്റെയോ? നിയമം ഉണ്ടാക്കലാണ് ഇവരുടെ ജോലി അല്ലെ? അപ്പം നമ്മുടെ ലെജിസ്ലേച്ചറിന്റെ ജോലി എന്താ? പവർ ടു മേക്ക് ആൻഡ് ചേഞ്ച് ലോ. നിയമം രൂപീകരിക്കുന്നു, മാറ്റം വരുത്തുന്നു. നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ജുഡീഷ്യറി, നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ്. പവർ ടു പുട്ട് ലോ ഇൻ ടു ആക്ഷൻ. അതാണ് ഈ 3. ഓക്കെ അല്ലെ? അപ്പം ലെജിസ്ലേച്ചറിന്റെ ജോലി എന്താ? നിയമം രൂപീകരിക്കലാണ്, നിയമത്തിന് മാറ്റം വരുത്തലാണ് നമ്മുടെ ലെജിസ്ലേച്ചറിന്റെ ജോലി. ആ നിയമത്തെ വ്യാഖ്യാനിക്കുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ജുഡീഷ്യറിയുടെ ജോലി അല്ലെ? എന്നാൽ ആ നിയമം നടപ്പിലാക്കുന്നതാണ് എക്സിക്യൂട്ടീവിന്റെ ജോലി. ഇതാണ് ആ 3 ബ്രാഞ്ചസ്. 3 പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് എക്സിക്യൂട്ടീവിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, എക്സിക്യൂട്ടീവിൽ നിന്നും തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒത്തിരിയും കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്ന പ്രധാനപ്പെട്ടതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഒന്നും ഈ ഭാഗത്തൊന്നും പഠിക്കേണ്ട വരത്തില്ല. അപ്പം സർക്കാരിൽ ആദ്യം എക്സിക്യൂട്ടീവ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്ന ജോലിയാണ് ഈ കാര്യനിർവഹണ വിഭാഗത്തിനുള്ളത്. ഓക്കെ അല്ലെ? എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയുണ്ട്? യൂണിയൻ എക്സിക്യൂട്ടീവ്, സെൻട്രൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ യൂണിയൻ എക്സിക്യൂട്ടീവ് ഒന്ന് വായിച്ചു വിട്ടു. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം ഉൾപ്പെടുന്നത് ആരൊക്കെ ഉൾപ്പെടും ഇതിലും? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം ആലോചിച്ച് നോക്കിയേ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അല്ലെ? പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി. ഇത്രയുമാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പിന്നെ പ്രൈം മിനിസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദം. ഇത്രയുമാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. റെഡി? ഇനി രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നുള്ളത്. ഓക്കെ, ഒന്ന് അറിഞ്ഞു വെക്കുക. രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടുത്തി പ്രസിഡന്റ് പ്ലസ് കേന്ദ്രമന്ത്രിമാരും ചേർത്ത് അറിയപ്പെടുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന്. ഇനി ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്നാണ്, സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലെ? അപ്പോ ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ. സെൻട്രൽ എക്സിക്യൂട്ടീവ് കണ്ടോ, ടെക്സ്റ്റിൽ നിന്നുള്ളതാണ്. സെൻട്രൽ എക്സിക്യൂട്ടീവ് ഫില്ല് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആരൊക്കെ എഴുതാം? പ്രസിഡന്റ്, പിന്നെ ആരായിരുന്നു പറഞ്ഞു? സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഏതാ?
കേന്ദ്ര കാര്യനിർവഹണ വിഭാഗമാണ്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗമാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. ആരൊക്കെ വരും? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള മന്ത്രിസഭ, പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ, ബ്യൂറോക്രസി. ഇത്രയും പേര് ഉൾപ്പെടുന്നതാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. ഇനി അടുത്തത് ആദ്യം നമ്മൾ തുടങ്ങുന്ന രാഷ്ട്രപതിയിൽ നിന്നാണ്. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 52 അല്ലെ. ഓക്കെ, അതേപോലെ ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ PYQ ആണ്. ആർട്ടിക്കിൾ 52 ആണ്. ഓക്കെ അല്ലേ? ശരി. ഇനി രാഷ്ട്രത്തിന്റെ തലവൻ ആരാ? രാഷ്ട്രപതിയാണ്. ഓക്കെ, രാഷ്ട്രത്തിന്റെ തലവൻ ആരാ? രാഷ്ട്രപതിയാണ്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഹെഡ് ആരാണ്? രാഷ്ട്രപതിയാണ്. മറക്കല്ലേ, പ്രൈം മിനിസ്റ്റർ അല്ല. ആക്ച്വൽ ഹെഡ് ആണ് പ്രൈം മിനിസ്റ്റർ. എക്സിക്യൂട്ടീവ് ഹെഡ് ആരാന്ന് ചോദിച്ചാൽ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. മറക്കരുത്. രാഷ്ട്രപതി വേണമെന്നുള്ള അനുച്ഛേദം പറഞ്ഞിട്ടുള്ളത് 52. ഓക്കെ അല്ലേ? ഇനി കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി. ഓർത്തു വെക്കൂ, കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രി. രാഷ്ട്രത്തിന്റെ തലവൻ ആരാ? പ്രസിഡന്റ്. പ്രസിഡന്റ് വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്ര? 52. ഓക്കെ. ഇനി ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി അല്ലെ. അതേപോലെ ഭാരത് സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും ആരുടെ പേരിൽ അറിയപ്പെടും? രാഷ്ട്രപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് കരാർ ഒപ്പുവെക്കുന്നതും എന്തെങ്കിലും ഉടമ്പടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആരുടെ പേരിൽ അറിയപ്പെടും? രാഷ്ട്രപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ ആരാ? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാ? രാഷ്ട്രപതിയാണ്. എന്നാൽ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയ രാഷ്ട്രപതിയെ പറ്റി. എക്സിക്യൂട്ടീവ് ഹെഡ് ആണ് രാഷ്ട്രപതി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അദ്ദേഹത്തെ. ഓക്കെ. ഇനി പാർലമെന്റിന്റെ അംഗമല്ലാത്ത, പാർലമെന്റിലെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. ഇതെന്തിനാ ഇത് പഠിക്കുന്ന അറിയോ? സ്റ്റേറ്റ്മെന്റിൽ തരും. താഴെ തന്നിട്ടുള്ളവയിൽ രാഷ്ട്രപതിയെ പറ്റി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്ന് ചോദിക്കും. അപ്പം പാർലമെന്റിന്റെ അംഗമല്ലേൽ തന്നെ പാർലമെന്റിന്റെ ഇന്റഗ്രൽ പാർട്ടാണ്, അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. ഓക്കെ, പാർലമെന്റിന്റെ അംഗമല്ലെങ്കിൽ തന്നെ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി എന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ളത് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ അല്ലെ ലോക്സഭ, റൊട്ടേഷൻ അനുസരിച്ചാണ്, മാറി മാറി വരും. അപ്പൊ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ളത്, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കുന്നത് ആരൊക്കെയാ? സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ അല്ലെ ലോക്സഭ. അപ്പൊ ആദ്യം സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭയാണെങ്കിൽ അടുത്ത തവണ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭയാണ്. ഇങ്ങനെ മാറി മാറി വരും. ഓക്കെ അല്ലേ? റിട്ടേണിംഗ് ഓഫീസർ ആണ്. ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഓക്കെ, സുപ്രീം കോടതിയാ. അപ്പൊ ഈ രാഷ്ട്രപതി ആകാൻ വേണ്ട മിനിമം പ്രായം എത്ര? കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. 35 വയസ്സാണെന്ന് ഓർത്തോണം. എന്നാൽ രാഷ്ട്രപതി എന്നൊരാളെ പറ്റി പറഞ്ഞിട്ടുള്ള അനുച്ഛേദത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട് PSC. എത്ര? അത് ആർട്ടിക്കിൾ 52 ആണ് അല്ലെ. ഓക്കെ. ഇനി രാഷ്ട്രപതിയുടെ ഭരണകാലാവധി 5 വർഷം. ഓക്കെ, മിനിമം പ്രായം എത്ര വേണം? 35 വയസ്സാണ്. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നതാണ്. ഓക്കെ, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. ഓർത്തു വെച്ചോളൂ. ഒന്നുകൂടെ, 35 വയസ്സാണ് മിനിമം പ്രായം അല്ലെ. 52 ആണ് ആർട്ടിക്കിൾ പറയുന്നത്. ഇനി രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ഇത് രാംനാഥ് കോവിന്ദ് നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു പിക്ചർ ആണ്. ഈ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ശരി. അപ്പം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ തർക്കം പരിഹരിക്കുന്നതും ആരാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അല്ലെ. ഇനി രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക്. ഇതൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. ഓക്കെ, രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കുമാണ്. ഇത്രയും കിട്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തയിലോട്ട് പോകുവാണ്. ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ അനുച്ഛേദത്തെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 54.
ഓക്കെ, 52 എന്തായിരുന്നു? ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് 52, അല്ലെ? 54 എന്ന് പറഞ്ഞ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. 54 ചോദിച്ചിട്ടുണ്ട്, പഠിച്ചോണം. അപ്പൊ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കുവേ, താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ശരി ഏത് തെറ്റേതെന്ന് ചോദിക്കുമ്പോൾ ഓർത്തോണം, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, ഇനി രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. ഈ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയുമോ? ഇതും PSC PYQ ആയിട്ട് 2022 ചോദിച്ചു. എന്നിട്ട് ആൻസർ കീയും തെറ്റിച്ചു കൊടുത്തു, പിന്നെ അത് ക്യാൻസൽ ഒക്കെ ചെയ്തു. നമുക്ക് നോക്കാം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന്. ഒന്ന്, പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതായത് നോമിനേറ്റഡ് ആൾക്കാരില്ല, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. അതിലെന്താ? ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ, തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ്. ഓക്കെ, തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ് എന്ന് ഓർത്തു വെച്ചോണം. ഇനി സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലായ ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ എന്നീ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും വോട്ട് ചെയ്യാം. ഓക്കെ, സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടല്ലോ, അവർക്കും വോട്ട് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ്, രാജ്യസഭയിലെയും ലോക്സഭയിലെയും, അല്ലെ? അല്ലെങ്കിൽ ഒരുമിച്ച് പറഞ്ഞ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാം, അല്ലെ? തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാം. അതേപോലെ പിന്നെ സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമസഭകൾ ഉള്ളത് കൊണ്ടല്ലോ, ഏതൊക്കെയാ? ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പൊ സംസ്ഥാനങ്ങളിലെ നിയമസഭകള്, പിന്നെ യൂണിയൻ ടെറിട്ടറിയൽ നിയമസഭകൾ ഉള്ളത് ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും വോട്ട് ചെയ്യാം. മറക്കരുത്, തിരഞ്ഞെടുക്കപ്പെട്ടത്, ഇലക്ടഡ് മെമ്പേഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇലക്ടഡ് മെമ്പേഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇലക്ട്രൽ കോളേജ് അംഗങ്ങളെ പറ്റി കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം പാർലമെന്റിലെ അംഗങ്ങൾക്കാണെങ്കിൽ പച്ചയും നിയമസഭാ അംഗങ്ങൾക്കാണെങ്കിൽ പിങ്കും. സ്റ്റേറ്റ്മെന്റിൽ വരുമേ. അപ്പം നോക്കിക്കേ, MP മാർക്ക് ഗ്രീൻ കളറ്, MLA മാർക്ക് പിങ്ക് കളറും. ഓക്കെ, MP മാർക്ക് ഗ്രീൻ കളറും MLA മാർക്ക് പിങ്ക് കളറും ആണ്. റെഡി അല്ലേ? ഓക്കെ, ഇനി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇലക്ടഡ്. നോക്കിയേ, ഹു ഇലക്ട്സ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ചുമ്മാ വായിച്ചു നോക്കാം, നമുക്കിത് ന്യൂസിൽ വന്നൊരു ആർട്ടിക്കിൾ ആണ്. മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. ഇതിൽ തിരുത്തുണ്ട്, ഇലക്ടഡ് മെമ്പേഴ്സ്, അല്ലെ? ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ ഒന്ന്. മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് അസംബ്ലികൾ, എന്താ? ഇലക്ടഡ് മെമ്പേഴ്സ്, തിരഞ്ഞെടുക്കപ്പെട്ടത്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് അസംബ്ലി. പിന്നെ ലെജിസ്ലേച്ചർ ഏതിന്റെ ഒക്കെ ഉണ്ട്? ഡൽഹി, പുതുച്ചേരി, പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയൽ നിയമസഭകൾ ഉള്ളതില്ലേ, അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും വോട്ട് ചെയ്യാമെന്ന് ഓർത്തോണം. ഇനി പച്ച കളർ MP മാർക്കും പിങ്ക് കളർ MLA മാർക്കുമാണ് ഉള്ളത്. ഇത്രയും കിട്ടിയില്ലേ? അപ്പൊ ഒരു ചോദ്യം കൂടെ, രാഷ്ട്രപതി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? രാഷ്ട്രപതി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്ര? 52. ഓക്കെ, 52 ആണ് രാഷ്ട്രപതി ഇലക്ഷനുമായി ബന്ധപ്പെട്ടത്. 52. ഓക്കെ അല്ലേ? ഓക്കെ, ഈ രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഒന്ന് വായിച്ചു വിട്ട് നോക്കിയേ. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ, ഫിനാൻഷ്യൽ അധികാരങ്ങൾ, ജുഡീഷ്യൽ, ഡിപ്ലോമാറ്റിക്, മിലിറ്ററി, വീറ്റോ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇതൊന്നും അറിഞ്ഞു വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട ഇതില്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് അറിയണ്ടായോ? അധികാരങ്ങള്. ഓക്കെ, ഈ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടത് 53. രാഷ്ട്രപതിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടത് 53. അപ്പൊ 3 ആർട്ടിക്കിൾസ് ഒന്ന് ഒരുമിച്ച് പറഞ്ഞാല് ഒരു റിവിഷൻ ആയി കിട്ടിയില്ല. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടത്, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം. എത്ര ആർട്ടിക്കിൾ? 52. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ 53. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് 54. ഇത്ര എണ്ണം ഇപ്പോഴേ പഠിച്ചോ?
ഓക്കെ, അധികാരങ്ങളാണ് 53, തിരഞ്ഞെടുപ്പാണ് 54. ഓക്കെ അല്ലേ? ഇനി പല അധികാരങ്ങളുണ്ട്. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കേ, ഇന്ത്യ ഗവൺമെന്റിലെ പല ഉന്നത പദവികളിലെ വ്യക്തികളെ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ് ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ. ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി ഇതില്. പിന്നെ ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ, പാർലമെന്റിലെ ഇരുസഭകളെ വിളിച്ചു കൂട്ടുന്നത്. ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ജോയിന്റ് സിറ്റിംഗ് എത്രയായിരുന്നു? ആർട്ടിക്കിൾ 108. ഓക്കെ, ജോയിന്റ് സിറ്റിംഗ് 108. പാർലമെന്റിലെ ഇരുസഭകളെ വിളിച്ചു കൂട്ടുന്നതും നിർത്തിവെക്കുന്നതും ലോക്സഭ പിരിച്ചുവിടുന്നതും ഇതെല്ലാം ആരുടെ ജോലിയാ? പാർലമെന്റ് പ്രസിഡന്റിന്റെ ജോലിയാണ്, അല്ലെ? പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഒരെണ്ണമാണ്. അപ്പൊ ഒന്നുകൂടെ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്ര ചോദിച്ചിട്ടുണ്ട്? 53. 53 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം പാർലമെന്റിൽ വായിക്കുന്നതും ആരാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം പാർലമെന്റിൽ വായിക്കുന്നതും രാഷ്ട്രപതിയാണെന്ന് ഓർത്തു വെച്ചോണം, അല്ലെ? സഭ പിരിച്ചുവിടുന്നത്, ഇരുസഭകളും വിളിച്ചു കൂട്ടുന്നത്, പിന്നെ സഭ നിർത്തിവെക്കുന്നത്, ഇതെല്ലാം ആരുടെ ജോലിയാ? പ്രസിഡന്റിന്റെ ജോലിയാണെന്ന് ഓർത്തു വെച്ചോണം. എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി. ഇപ്പൊ UPSCയുടെ ചെയർമാനെ നിയമിക്കുന്നത്, അതേപോലെ പല പല ഉന്നത പോസ്റ്റിലുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി അതേപോലെ ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ പറയുവാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞു? ഇരുസഭകളും വിളിച്ചു കൂട്ടുന്നതുണ്ട്, പിരിച്ചുവിടുന്നതുണ്ട്, ഇതെല്ലാം പ്രസിഡന്റിന്റെ അധികാരത്തിൽ വിടുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി ഇടയ്ക്കിടയ്ക്ക് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോക്കിക്കേ, നിലവിൽ പാർലമെന്റിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? പാർലമെന്റിലേക്ക് 12 പേരെയാണ് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ 14 പറ്റുമായിരുന്നു, അല്ലെ? ഓക്കെ, അപ്പം നിലവിൽ 12 പേരെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാന്നുള്ളത് പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പം രാഷ്ട്രപതിക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യാം. മുൻപ് 14 പേരുണ്ടായിരുന്നു. അതിനെങ്ങനെ മാറ്റം വന്നു? നോക്കിക്കേ, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 104, 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് SC/ST റിസർവേഷനുമായി ബന്ധപ്പെട്ടത്, ആംഗ്ലോ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെ നമുക്ക് പറയാം? 104ാമത്തെ ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ എടുത്ത് കളഞ്ഞു. അപ്പോഴേ ആ 2 എണ്ണം പോയി. അങ്ങനെയാണ് 14 12 മാറിയത്. എന്നാൽ SC/ST റിസർവേഷൻ 2030 വരെ നീട്ടിയിട്ടുമുണ്ട്. ഓക്കെ ആണോ? 104ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടത് ഇത്രയും പോയിന്റ്സ് ആണ്. അപ്പോ രാഷ്ട്രപതിക്ക് എത്ര പേരെ നാമനിർദ്ദേശം ചെയ്യാം? 12 പേരെ. മുമ്പ് എത്ര പേരായിരുന്നു? 14 പേരായിരുന്നു. ഓക്കെ അല്ലേ? അപ്പം 12 പേര്, മുമ്പ് 14 പേര്. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്നും 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുമായിരുന്നു. എന്നാൽ 104ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നിയമനിർമ്മാണ സഭകളിലുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം പാർലമെന്റ് റദ്ദാക്കി. 104ാം ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യന്റെ നാമനിർദ്ദേശം റദ്ദാക്കിയിട്ടുണ്ട്. ഓക്കെ, 104ാം ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യന്റെ നാമനിർദ്ദേശം റദ്ദാക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കിട്ടിയ 12 പേരെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുന്നത്. ആംഗ്ലോ ഇന്ത്യൻസിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് റദ്ദാക്കിയത് ഏത് ഭേദഗതി കാരണമാ? 104ാമത്തെ ഭേദഗതി കാരണമാണ്. SC/ST റിസർവേഷൻ 2030 വരെ നീട്ടിയത് ഏത് ഭേദഗതി കാരണമാ? 104ാമത്തെ ഭേദഗതി കാരണമാ. ഇത്ര ഓർത്തു വെക്കോ. ഇനി ഫിനാൻഷ്യൽ അധികാരങ്ങൾ. എന്തൊക്കെ ഫിനാൻഷ്യൽ അധികാരങ്ങൾ? ഇവിടുത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് ഇതാണ്. രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ധനബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ നോക്കിക്കേ, ആർട്ടിക്കിൾ 111 എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ് ആർട്ടിക്കിൾ 111? എന്തുമായി ബന്ധപ്പെട്ടതാ? വീറ്റോ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, വീറ്റോ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്താ വീറ്റോ? നമുക്കറിയണ്ടായോ? വീറ്റോ അധികാരങ്ങൾ 111 ഇത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വീറ്റോ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് 111. ഓക്കെ, വീറ്റോ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് 111. പിന്നെ ജുഡീഷ്യൽ അധികാരങ്ങൾ, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ ഇതുപോലെ കുറെ അധികാരങ്ങൾ പറഞ്ഞ് എല്ലാം പഠിച്ച് കുളവാകുമോ? ഒന്നും വേണ്ട, നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി എന്തൊക്കെ അധികാരങ്ങളുണ്ട്. ലെജിസ്ലേറ്റീവ് അധികാരങ്ങളുണ്ട്,
ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്, എക്സിക്യൂട്ടീവ് അധികാരങ്ങളുണ്ട്, അല്ലെ, ഫിനാൻഷ്യൽ അധികാരങ്ങളുണ്ട്. ഇങ്ങനെ അധികാരങ്ങളെല്ലാം ഉണ്ട്. അതിൽ ഏതൊക്കെ വരുന്നു എന്ന് ചുമ്മാ അറിഞ്ഞു വെക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് GK മാത്രം ഞാൻ എടുത്തു പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഇനി പൊതുമാപ്പ് നൽകുന്നതിനുള്ളത്, ഇത് ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെ അധികാരങ്ങളെ പറ്റി നോക്കാം. ഒരു കുറ്റവാളിക്ക് സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏതൊരു കോടതി നൽകിയ ശിക്ഷയും, വധശിക്ഷ ഉൾപ്പെടെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. വധശിക്ഷ ഉൾപ്പെടെ ഇളവ് ചെയ്യുന്നതിനും മാപ്പ് നൽകുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതി ഉൾപ്പെടെ വധശിക്ഷ ഉൾപ്പെടെയുള്ള ഏതൊരു ശിക്ഷ ഇളവ് നൽകാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ രാഷ്ട്രപതിക്കുണ്ട്. ഇനി സംസ്ഥാന നിയമത്തിന്റെ പരിധിയിലുള്ള ഏത് ശിക്ഷയും വധശിക്ഷ ഒഴികെ ഗവർണർക്ക് വധശിക്ഷ ഉള്ളതിൽ ഇടപെടാൻ പറ്റത്തില്ല. അതായത് സംസ്ഥാനങ്ങളുടെ പരിധിയിലുള്ള കോടതിയുമായി ബന്ധപ്പെട്ടതുമായിരിക്കണം. സംസ്ഥാന നിയമത്തിന്റെ പരിധിയിലുള്ളത്, സംസ്ഥാന നിയമത്തിന്റെ പരിധിയിലുള്ള ഏത് ശിക്ഷയും വധശിക്ഷ ഒഴികെ നിർത്തിവെക്കാൻ, ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനും അധികാരം സംസ്ഥാന ഗവർണർക്കും ഉണ്ട്. അപ്പം ഇളവ് നൽകാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അതേപോലെ രാഷ്ട്രപതിയുടേതും നമ്മൾ പഠിച്ചു, അല്ലെ? അപ്പൊ രാഷ്ട്രപതിയുടെ നോക്കിയോ വധശിക്ഷ ഉൾപ്പെടെ ഉള്ളത് സുപ്രീം കോടതിയുടെ വിധി, ഹൈക്കോടതിയുടെ വിധി, വധശിക്ഷ ഉൾപ്പെടെ ഉള്ളത് ഇളവ് കൊടുക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്, അല്ലെ? ഇനി അടുത്തത് സംസ്ഥാന നിയമത്തിന്റെ പരിധിയിലുള്ള ഏത് ശിക്ഷയും വധശിക്ഷ ഒഴികെയുള്ളത് ഗവർണർക്ക് ഇളവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇവരുടെ ആർട്ടിക്കിളുകളൂടെ പഠിച്ചു വെക്കണ്ടായോ? എന്നാൽ വേറെ ചോദ്യം, പട്ടാള കോടതിയുടെ ശിക്ഷ വിധിച്ചത് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാൻ പ്രസിഡന്റിനെ പറ്റത്തുള്ളൂ. ഗവർണർക്ക് ഈ അധികാരമില്ല. പട്ടാള കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് രാഷ്ട്രപതിയാണ്. പട്ടാള കോടതി, മിലിറ്ററി കോടതി വിധിച്ച ശിക്ഷ ഇളവ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് പറ്റും, ഗവർണർക്ക് പറ്റത്തില്ലെന്ന് ഓർത്തു വെച്ചോണം. ഇനി ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത്? ഇവിടാണ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത്. 72 പ്രകാരമാണ് രാഷ്ട്രപതി മാപ്പ് പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ്, മാപ്പ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിയുടേത് അനുച്ഛേദം 72 ആണ്, അല്ലെ? എന്നാൽ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത്? അനുച്ഛേദം 161. പ്രസിഡന്റിന്റെ ആണെങ്കിൽ 72, ഗവർണറുടെ ആണെങ്കിൽ 161. പ്രസിഡന്റിന്റെ ആണെങ്കിൽ 72, ഗവർണറുടെ ആണ് 161. പ്രസിഡന്റിന് പട്ടാള കോടതി വിധിച്ച ശിക്ഷയും ഇളവ് നൽകാൻ പറ്റും, വധശിക്ഷയെ ഇളവ് നൽകാൻ പറ്റും, സുപ്രീം കോടതി വിധിച്ചതിന് ഇളവ് നൽകാൻ പറ്റും, ഹൈക്കോടതികളുടെ എല്ലാം പറ്റും പ്രസിഡന്റിനും. എന്നാൽ ഗവർണർക്ക് വധശിക്ഷയിൽ ഇടപെടാൻ പറ്റത്തില്ല, പട്ടാള കോടതി വിധിച്ച ശിക്ഷയിൽ ഇടപെടാൻ പറ്റത്തില്ല. പക്ഷെ ആ സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നത് എന്തൊരു കാര്യത്തിലും ഗവർണർക്ക് ഇടപെടാം. ഇത്രയും കിട്ടിയല്ലോ. പ്രസിഡന്റ് മാപ്പ് നൽകുന്നത് പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 72, പാർഡനിങ് പവർ ഓഫ് ഗവർണർ 161 ആണ്. ഓർത്തു വെക്കോ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ആർട്ടിക്കിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയേ. 52 പ്രസിഡന്റ് വേണം, വേണ്ടേ? 53 പ്രസിഡന്റിന്റെ അധികാരങ്ങൾ, ജുഡീഷ്യൽ അധികാരങ്ങൾ, ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ, എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, പിന്നെന്താ പാർഡനിങ് പവർ, വീറ്റോ പവർ, ഫിനാൻഷ്യൽ പവർ, ഇതെല്ലാം പവറുകൾ വരുന്നത് 53-ലും. പ്രസിഡന്റ് ഇലക്ഷൻ 54, പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് 72, വീറ്റോ അധികാരം ഓഫ് പ്രസിഡന്റ്, വീറ്റോ ഇപ്പൊ വരുവേ 111, അല്ലെ? എന്നാൽ ഗവർണറുടെ പാർഡനിങ് പവർ 161. ഇത്ര എണ്ണം ഒരുമിച്ച് കിട്ടിയോ? ഒരു റിവിഷനായി കിട്ടിയില്ലോ ഇത് ഇത്രയും. ഇനി അടുത്തത് ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ. ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഡിപ്ലോമാറ്റിക് അധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അന്താരാഷ്ട്ര ഉടമ്പടികൾ എല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്, അല്ലെ? നമ്മളിപ്പോ വേറെ രാജ്യമായിട്ട് ഒരു കരാർ ഒപ്പുവെക്കുവാണ്, ഒരു ഉടമ്പടി ഒപ്പുവെക്കുവാണെങ്കിൽ അത് ആരുടെ പേരിൽ അറിയപ്പെടുന്നത്? രാഷ്ട്രപതിയുടെ പേരിൽ. അതിനാണ് ഡിപ്ലോമാറ്റിക് അധികാരം എന്ന് പറയുന്നത്. ഇനി മിലിറ്ററി അധികാരങ്ങൾ. ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്, PYQ, അല്ലെ? സുപ്രീം കമാൻഡർ ഓഫ് ആർമി, എല്ലാത്തിന്റെയും തലവൻ ആരാ? രാഷ്ട്രപതിയാണ്, അല്ലെ? ഇനി പാർലമെന്റിലെ അനുമതിയോടെ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതിനും സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതും രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ അനുമതിയോടെ ഓർത്ത് വെച്ചോണേ. ആക്ച്വൽ ഹെഡും നോമിനൽ ഹെഡും ഉണ്ട്. നോമിനൽ ഹെഡ് ആണ് പ്രസിഡന്റ്,
ആക്ച്വൽ ഹെഡ് ആണ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, പാർലമെന്റിന്റെ അനുമതിയോടുകൂടി ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനും സമാധാന കരാർ ഒപ്പുവെക്കാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പം ഇതാണ് മിലിറ്ററി അധികാരങ്ങൾ. ഇനി ഓർഡിനൻസിനെ പറ്റി. അപ്പം ഈ അധികാരങ്ങളെല്ലാം കണ്ടല്ലോ അല്ലെ. ഓവറോൾ രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയും? ആർട്ടിക്കിൾ 53. ഓക്കെ അല്ലെ. ഇനി ഓർഡിനൻസ് എന്താണ്? ഓർഡിനൻസ് വയ്ക്കുക. ഓർഡിനൻസിന്റെ ആർട്ടിക്കിൾ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പാർഡനിങ് പവർ, അതുകൊണ്ട് അത് റിവിഷൻ ആയിട്ട് എടുത്തോ. പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് എത്രയായിരുന്നു? 72. പാർഡനിങ് പവർ ഓഫ് ഗവർണർ 161. ഇനി ഓർഡിനൻസ് ആണെങ്കിലോ, ഓർഡിനൻസ് 1, 2, 3 ഓടിക്കോ എന്ന് ഓർത്താൽ മതി. 1, 2, 3 ഓടിക്കോ. ഓർഡിനൻസ് 1, 2, 3 ഓടിക്കോ. അപ്പൊ ഓർഡിനൻസ് 1, 2, 3 അല്ലെ. എളുപ്പമായില്ലയോ? പാർലമെന്റിലെ ഇരു സഭകളും ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പം പാർലമെന്റിലെ സഭകൾ സമ്മേളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ 123 വകുപ്പ് അനുസരിച്ചാണ് രാഷ്ട്രപതി ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ. 1, 2, 3 ഓടിക്കോ, ഓർത്തോണേ. ഇനി പാർലമെന്റ് സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ ആ പ്രസ്തുത ഓർഡിനൻസ് പാർലമെന്റ് അംഗീകരിക്കേണ്ടതാണ്. അപ്പം ഈ 6 മാസം ഓർഡിനൻസിന് കാലാവധി ഉണ്ട് അല്ലെ. ഓക്കെ, 6 മാസം ഉണ്ട്. പാർലമെന്റ് സമ്മേളിച്ചെന്ന് വെച്ചോ, അത് കഴിഞ്ഞ് 6 വീക്കിനകം ഇത് അംഗീകരിച്ചിരിക്കണം. ഓക്കെ, 6 വീക്കിനകം ഇത് അംഗീകരിച്ചിരിക്കണം. ഓർത്തോണേ, ഒരു ഓർഡിനൻസ് പാസ്സാക്കിയാൽ 6 മാസം ആ കാലാവധി. പഠിച്ചോണം, ഇമ്പോർട്ടന്റ്. ഒരു ഓർഡിനൻസ് പാസ്സാക്കിയാൽ 6 മാസമാണ് കാലാവധി. പ്രസിഡന്റ് പാസ്സാക്കുന്നതാണ് ഈ ഓർഡിനൻസ്. ഈ സഭകൾ, ലോക്സഭയോ രാജ്യസഭയോ ഇതൊന്നും സമ്മേളിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ പ്രസിഡന്റ് പാസ്സാക്കുന്നതാണ് ഈ ഓർഡിനൻസ്. ഓക്കെ, പ്രസിഡന്റ് ഓർഡിനൻസ് പാസ്സാക്കി 6 മാസമാണ് കാലാവധി. എന്നാൽ ഇരു സഭകൾ അല്ലെങ്കിൽ ഈ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ 6 ആഴ്ചക്കകം അംഗീകരിച്ചിരിക്കണം. ഓക്കെ, 6 ആഴ്ചക്കകം അംഗീകരിച്ചാൽ 6 മാസം നീണ്ടുപോകും. ഓക്കെ, 6 ആഴ്ച. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. താഴെ തന്നിട്ടുള്ളവയിൽ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ശരി ഏത് തെറ്റ് എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഓർത്ത് വെച്ചോണേ, പാർലമെന്റ് സമ്മേളിച്ച് 6 ആഴ്ചക്കുള്ളിലാണ് ഈ ഓർഡിനൻസ് പാർലമെന്റ് അംഗീകരിക്കേണ്ടത്. ഓക്കെ അല്ലേ? കിട്ടിയോ? ആർട്ടിക്കിൾ 1, 2, 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ്. കിട്ടിയോ? പാർലമെന്റ് അംഗീകരിച്ച ഓർഡിനൻസിന്റെ കാലാവധി 6 മാസം അല്ലെ. ഒരു രാഷ്ട്രപതിക്ക് ഏത് സമയത്തും ഓർഡിനൻസ് പിൻവലിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് തരുവേ, താഴെ നിന്നിട്ടുള്ള പ്രസ്താവനയിൽ ഓർഡിനൻസുമായി ശരി ഏതെന്ന് ചോദിക്കുമ്പോൾ ഓർത്തോണം, ഏതൊരു സമയത്തും പ്രസിഡന്റിന് ഈ ഓർഡിനൻസ് പിൻവലിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസിഡന്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദും ആണ്. ഓക്കെ അല്ലേ? ഇനി വീറ്റോ അധികാരങ്ങളാണ്. അപ്പൊ നമുക്ക് ഇത്രയും സംഭവങ്ങൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞു നിർത്താം, എന്നിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ അല്ലെ 3 ബ്രാഞ്ചസ് ആയിട്ട് തരംതിരിക്കാം. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ് അല്ലെ. അതിലെ എക്സിക്യൂട്ടീവ് ഹെഡ് ആണ് പ്രസിഡന്റ്. ഇന്ത്യക്ക് രാഷ്ട്രപതി എന്നൊരാൾ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് 52ാമത്തെ ആർട്ടിക്കിൾ അല്ലെ. രാഷ്ട്രപതി എന്നൊരാൾ വേണം. ഓക്കെ, ശരി. ഇനി ഈ രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ പറ്റി പറയുന്നതാണ് 53. എന്തൊക്കെ അധികാരങ്ങളാണ് നമ്മൾ പറഞ്ഞു? ഒത്തിരി അധികാരങ്ങൾ. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ, ജുഡീഷ്യൽ അധികാരങ്ങൾ, പിന്നെന്തൊക്കെയാ, പിന്നെ ഫിനാൻഷ്യൽ അധികാരങ്ങൾ, മിലിറ്ററി അധികാരം, ഡിപ്ലോമാറ്റിക്, അങ്ങനെ പലതും ഉണ്ട് അല്ലെ. ഓക്കെ, അധികാരങ്ങൾ 53. രാഷ്ട്രപതി ഇലക്ഷൻ 54. ഈ രാഷ്ട്രപതി ഇലക്ഷനിലെ കൊളീജ് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. ഓക്കെ, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഓർത്തോണം. ലോക്സഭ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഓക്കെ, ഇനി സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റി. ഇതാണ് ഇലക്ടറൽ കോളേജ് 54. പിന്നെ അടുത്തത് പാർഡനിങ് പവർ 72 അല്ലെ. സുപ്രീം കോടതി, മിലിറ്ററി കോടതി, പിന്നെ വധശിക്ഷ, ഇതെല്ലാം ഇളവ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് 72. ഓക്കെ, എന്നാൽ ഗവർണർക്കുള്ളതാണെങ്കിൽ 161. സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നത് മാത്രമേ പറ്റൂ. വധശിക്ഷ മിലിറ്ററി കോടതിയുമായി ബന്ധപ്പെട്ടത് 161 പറ്റത്തില്ല. വീറ്റോ അധികാരം പ്രസിഡന്റിന്റെ
111. ഓർഡിനൻസ് ആണ് 1, 2, 3 ഓടിക്കോ പ്രസിഡന്റിന്റേതാണ് 1, 2, 3. ഇനി ഗവർണറിന്റെ ചോദിച്ചാൽ 2, 1, 3. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് എന്നുള്ള ഭാഗത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞ് റിവിഷൻ നടത്തി ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് ഇതെല്ലാം റിവൈസ് ചെയ്ത് പുത്തൻ ടോപ്പിക്കും പഠിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.